ഡാർക്ക് ലവ്. രചന വൈദേഹി. അവതരണം സിദ്ധി. മീറ്റിംഗ് കൃത്യം 7 മണിക്ക് തന്നെ തുടങ്ങി. എസ് ജി എമ്മിന്റെയും സഞ്ജയ് ദത്തും സിഇഒയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായ സാക്ഷാ ഈശ്വറും ആയിരുന്നു മീറ്റിംഗിലുണ്ടായിരുന്നത്. ആ ഹോട്ടലിന്റെ അത്യാവശ്യം വലിയൊരു പോർഷൻ തന്നെ അവർ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മീറ്റിംഗിനായി. പെട്ടെന്നാണ് ഫോണിൽ വിധുവേട്ടന്റെ മെസ്സേജ് വന്നത്. നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും അശ്വതും തന്നെ നോക്കുന്നത് കണ്ടതും അവൾ വേഗം ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ഒപ്പം സൈലന്റ് ആക്കുകയും കൂടി ചെയ്തു. പിന്നീട് അവന്റെ ശ്രദ്ധ മുഴുവൻ അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലാണെന്ന് കണ്ടതും അവൾ ഫോൺ പതിയെ കയ്യിലെടുത്ത് ടേബിൾ അടിയിലേക്ക് പിടിച്ചു. ഫിനിഷ് യുവർ വർക്ക്, ഞാൻ പിക്ക് ചെയ്യാൻ വരാൻ, കോൾ മീ വെൻ യു ഡൺ. അത് കണ്ടതും അവൾ വേഗം അവന് തിരിച്ച് ടെക്സ്റ്റ് ചെയ്തു. ഐ എം ഇൻ എ മീറ്റിംഗ് വിത്ത് യുവർ ബ്രദർ. ഡോണ്ട് വറി, ഹി സെഡ് വുഡ് യു ഡ്രോപ്പ് മീ, വിൽ കോൾ യു. അവൾ അത് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തിയതും അശ്വത് ഫോൺ പിടിച്ചു വാങ്ങിയതും ഒപ്പമായിരുന്നു. ഞെട്ടിക്കൊണ്ട് അവൾ അവനെ ഒന്ന് നോക്കി. ഒപ്പം മുന്നിലിരിക്കുന്നവരെ. അശ്വത് എന്നെ നോക്കി പേടിപ്പിക്കുന്ന തിരക്കിലാണ്. ഒപ്പം എന്റെ ഫോൺ അവന്റെ ഫോണിന്റെ മുകളിലേക്ക് വെക്കുക കൂടി ചെയ്തു. ഞാൻ അവനെ ഒന്ന് ദയനീയമായി നോക്കി. ഭാഗ്യത്തിന് കൂടെ ഉള്ളവർ കണ്ടില്ല. അവരെന്തോ ഡിസ്കഷനിലാണ്. ഞങ്ങൾ ഇരുന്നിരുന്ന ടേബിൾ ചെയറിന് പകരം സോഫയിലാണ്. അതുകൊണ്ട് തന്നെ ഒരകലം ഇട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്നവൻ ഇടുപ്പിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് നീക്കിയിരുത്തിയതും ഞാൻ ഞെട്ടി വായും പൊളിച്ച് അവനെ നോക്കിപ്പോയി. വായടക്കടി, നമ്മളുള്ളത് ഒരു മീറ്റിംഗിലാണെന്ന് മറന്നോ നീ? ഫോണിൽ നോക്കിയിരിക്കാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നാളെ കാലത്ത് ഞാൻ വരുന്നതിന് മുൻപ് ഈ മീറ്റിംഗ് ഡോക്യുമെന്റ്സ് എന്റെ ടേബിൾ ഉണ്ടാവണം. യു അണ്ടർസ്റ്റാൻഡ്? ഇടുപ്പിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് എത്തിയതും ആ കൈകൾ അഞ്ഞു. എന്നിട്ട് അവർ കേൾക്കാതിരിക്കാൻ പതുക്കെ എന്റെ ചെവിയിൽ ചുണ്ടടുപ്പിച്ചുകൊണ്ട് വല്ലാത്ത ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൻ അടർന്നു മാറി നേരെയിരുന്നു. പക്ഷേ അവൻ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും ഞാനിപ്പോഴും ഒരു വണ്ടർലാൻഡിൽ എത്തിയ പോലെ ഇരുന്നു. ഇടുപ്പിൽ പിടിച്ച് വലിച്ചത് പോരാത്തത് അവന്റെ ചെവിയോ അടുപ്പിച്ചുള്ള വർത്തമാനം, അവന്റെ ചൂട് നിശ്വാസം ഇപ്പോഴും കഴുത്തിന്റെ ബാക്കിൽ തട്ടുന്ന പോലെ. നെഞ്ചൊക്കെ ഇപ്പോഴും പടപടാന്നിരിക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ? ബോസ് ആണെന്ന് വെച്ച് അവിടേക്ക് പിടിക്കാവോ? ഇന്ന് രാവിലെ കയ്യിൽ കയറി പിടിച്ചു, ഇപ്പോതാ ഇടുപ്പിലും. മരഭൂതമേ, നിന്റെ വായിൽ നാവില്ലേ? നിനക്ക് പറഞ്ഞൂടെ തുടരുതെന്ന്? അതിനെങ്ങനെയാ? അവന്റെ മുന്നിൽ എത്തിയാൽ നിന്റെ കൈക്ക് തളരോഗവും വായ്ക്ക് സിബിട്ട് വെച്ചതുപോലെയല്ലേ ആണല്ലോ. അനുഭവിച്ചോ? മനസ്സും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് 8:30യോടെയാണ് അശ്വത് നവോദയം താമസ സ്ഥലത്ത് എത്തിയത്. അതിനിടയിൽ അവർ തമ്മിൽ പിന്നെ ഒരു സംസാരം പോലും ഉണ്ടായില്ല. ഫ്ലാറ്റിലെത്തി ഫ്രഷായി വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞതും ആകെ മടുത്ത പോലെ അവൾ ബെഡിലേക്ക് വീണു. പെട്ടെന്ന് ഒരു നടുക്കത്തോടെ അവൾ ഞെട്ടി എണീറ്റു. നിമിഷങ്ങൾ കൊണ്ട് അവളാകെ വിയർത്ത് വെള്ളമായതുപോലെ. ഒരിത്തിരി നേരം വേണ്ടി വന്നു കണ്ടത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ. കണ്ട സ്വപ്നത്തിന്റെ ആഘാതം എന്നോണം അവളുടെ ഉയർന്ന ഹൃദയടുപ്പ് വല്ലാതെ ഇടിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ഓക്കെ ആയതും അവൾ ബെഡിൽ നിന്ന് എണീറ്റ് നേരെ കിച്ചണിലേക്ക് നടന്ന് ഫ്രിഡ്ജ് തുറന്ന് ബോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് നേരെ ആ കുപ്പിയുമായി റൂമിലെത്തി നേരെ ബെഡിൽ ഒരത്ത് ചെന്ന് 2 കൈയും കുത്തിയിരുന്നു. എന്റെ മഹാദേവ, ഞാൻ എന്തൊക്കെയാണ് ഈ കണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇപ്പോഴും അവന്റെ കൈ അവിടെ തന്നെ ഉള്ളതുപോലെ. സ്വപ്നത്തിലാണെങ്കിൽ പോലും അവൻ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ തൊടുന്നത്? അതിനും മാത്രം ഞാൻ അവനെ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇനി അവൻ എന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവന്റെ മനസ്സിൽ എന്നോട് അങ്ങനെ ഒരു ഫീലിങ്സും ഒന്നുമില്ല. എന്റെ മനസ്സിലും അവനോട് അങ്ങനെ ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല. പേടി, അതൊന്നു മാത്രമാണ് അവിടെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് തൊട്ട് ദേഷ്യവും. എന്നിട്ടും എന്തിനാ മഹാദേവ ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത്? അവന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവനൊന്ന് പറഞ്ഞതിന്റെ ഒക്കെ പൊരുൾ എന്താ? ഞാൻ എവിടെ നിന്നാലും ആരുടെ കൂടെ വന്നാലും അവനെന്താ? അവന്റെ അല്ലേ, ഭാര്യയൊന്നുമല്ലല്ലോ. ഇനി അവനെങ്ങാനും. ചേ, മോശം മോശം. എന്തൊക്കെയാ നീ ചിന്തിച്ചു കൂട്ടുന്നേ? അവനെ ആദ്യമായി കാണുന്നതിന് മുന്നേ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ഇനിയിപ്പോ ഈ കണ്ടതിന്റെ ഒക്കെ അർത്ഥം ഇതൊക്കെ ഇനി നടക്കാൻ പോകുന്നതാണോ? ഇല്ലില്ല, അതൊന്നും നടക്കില്ല. മഹാദേവ, എനിക്ക് അവനെ പേടിയാ. അവൻ എനിക്ക് വേണ്ട. എനിക്കുള്ളത് അവല്ലേ. എന്റെ മനസ്സിലുള്ളത് വിധുവേട്ടനെ പോലെ സ്വീറ്റ് ആൻഡ് ജെന്റിൽ ആയിട്ടുള്ള ആളാണ്. പക്ഷേ വിധുവേട്ടൻ വേണ്ടട്ടോ.
മഹാദേവാ, വിധുവേട്ടന് എന്നോടുള്ള എനിക്ക് തിരിച്ചും അതുപോലെ ഉണ്ടെന്നുള്ളതും സത്യമാണ്. പക്ഷേ അപ്പോഴും ഈ സ്വപ്നങ്ങൾ ശരിയാവില്ല. ഇനി വിധുവേട്ടനെങ്ങാനും ഉള്ളിലുള്ളത് പറഞ്ഞാൽ എന്തു ചെയ്യും? എന്തു പറഞ്ഞാൻ വേണ്ടെന്ന് വെക്കും? ആൾക്കും മനസ്സിൽ ആയിട്ടുണ്ടാവുമല്ലോ എനിക്കാളെ മനസ്സിലായതുപോലെ. ഇനി വിധുവേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തന്നെ സ്വപ്നത്തിലാണെങ്കിലും ഇതൊക്കെ തുടർന്നുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ വിധുവേട്ടന്റെ കൂടെ നല്ലപോലെ ജീവിക്കും? അയ്യോ, എനിക്ക് വയ്യ. അയ്യേ, എന്നാലും ഞാൻ എങ്ങനെ ഇനി അവനെ ഫേസ് ചെയ്യും? അതിന് നീ നിന്റെ സ്വപ്നത്തിലല്ലേ ഇതൊക്കെ കണ്ടത്. എന്നാലും അയ്യേ, എനിക്ക് അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് ഓർക്കുമ്പോ തന്നെ എന്തിനാ മഹാദേവ എന്നോട് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ? ഇപ്പോഴും ആ കയ്യിന്റെ ചൂട് ദേഹത്ത് അമർന്ന അവന്റെ ഭാരവും ചുണ്ടുകളുമെല്ലാം എല്ലാം ശരിക്കും നടന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? എന്തിനാ ഇങ്ങനെയൊക്കെ? ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ പെട്ടെന്ന് നവോദയയുടെ മനമാകെ ഉടറി. എന്തെങ്കിലും ഈ സ്വപ്നവും അവനും എല്ലാം അവളെ വിട്ടുപോകും എന്ന വിശ്വാസത്തോടെ അവൾ വീണ്ടും കിടന്നു. പക്ഷേ കണ്ണടക്കുമ്പോൾ മികവോടെ തെളിഞ്ഞു വരുന്ന അവരുടെ സ്വപ്ന സംഗമത്തിന്റെ ഭാഗമായി അവൾക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. രാവിലെ നിർത്താതെയുള്ള റിംഗ് ടോൺ കേട്ടുകൊണ്ടാണ് നവോദയ ഉറക്കമുണർന്നത്. ബ്ലാങ്കറ്റിൽ ഇടയിലൂടെ കൈയിട്ട് ഫോൺ എടുത്ത് ഓണാക്കി അത് ചെവിയിലേക്ക് വെച്ചു. ഹേയ്, എവിടെയാ നീ? ഓഫീസിൽ എത്തിയോ? ഫോൺ എടുത്തതും വിധുവേട്ടന്റെ ശബ്ദം അവൾ കേട്ടു. പക്ഷേ ഓഫീസിലെത്തിയോ എന്നുള്ള അവന്റെ ചോദ്യത്തിന് ഒന്ന് സ്റ്റക്കായി പോയവൾ പിന്നെ പെട്ടെന്ന് തന്നെ ഫോൺ കണ്ണിന് മുന്നിൽ കൊണ്ടുവന്നു. ടൈം നോക്കി. കടവുളേ, 10 മണിയാ. അയ്യോ, എന്തു പറ്റിയടാ? എന്റെ വിളി കേട്ടതും അവന്റെ ആകുലതയുള്ള ചോദ്യം വന്നു. വിധുവേട്ടാ, ഞാൻ ഇപ്പോ എണീറ്റുള്ളൂ. ഇന്ന് ഏട്ടന്റെ അനിയൻ എന്നെ കൊല്ലും. ഒരു ഹെൽപ്പ് ചെയ്യൂ, എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യൂ. ഞാൻ അപ്പോഴേക്ക് വേഗം റെഡിയാവാം. അല്ല, എന്തു പറ്റി ഇത്രയും നേരം വൈകാൻ? നീ ഇന്നലെ ഉറങ്ങിയില്ലേ? അലാറം വെച്ചില്ല, അറിയാതെ പറ്റിപ്പോയി. ശരി, പോയി റെഡിയാവൂ. 10 മിനിറ്റുള്ളിൽ ക്യാബ് വരും. ത്രിവിത് അത് പറഞ്ഞതും നവോദയ ഫോൺ കട്ട് ചെയ്ത് ബാത്റൂമിലേക്ക് ഓടി. ബ്രഷ് ചെയ്ത് ഒരു കാക്കക്കുളിയും കുളിച്ച് അവൾ ഇറങ്ങി. ഡ്രസ് ഇട്ട് ബാഗിലേക്ക് മേക്കപ്പും പൗച്ചും കൂടി വെച്ചു. കയ്യിലുണ്ടായിരുന്ന ഫയൽസും കൂടി എടുത്തുകൊണ്ട് അവൾ ഫ്ലാറ്റ് പോയിട്ട് ഓടി ഇറങ്ങി. ക്യാബിൽ കയറിയിരുന്ന കൊണ്ടാണ് പിന്നെ ബാക്കി മേക്കപ്പും ഒക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും അശ്വത് അറിഞ്ഞാൽ ഇന്നത്തെ തന്റെ കാര്യം അധോഗതിയാണെന്ന് ഓർത്തതും പേടിച്ചിട്ട് അവൾ കൈകാലുകൾ കുഴയാൻ തുടങ്ങിയിരുന്നു. ഓഫീസിലെത്തി ലിഫ്റ്റിൽ കയറി വേഗം ഓടിച്ചെന്ന സീറ്റിലേക്ക് ഇരുന്നു. ദൈവമേ, ആരും അറിഞ്ഞു കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓഫീസ് ഫോൺ റിംഗ് ചെയ്തു ഒപ്പമായിരുന്നു. പക്ഷേ സ്ക്രീനിൽ തെളിഞ്ഞ കാണുന്ന പേര് കണ്ടതും അവൾ ഉള്ള ആശ്വാസം തീർന്ന പോലെ. കം ടു മൈ ക്യാബിൻ. ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് മുരണ്ടുകൊണ്ട് അവൻ പറഞ്ഞു. ഒപ്പം ആ കോൾ കട്ടാവുകയും ചെയ്തു. വരുന്നത് എന്തു തന്നെ ആയാലും നേരിടും എന്ന പോൽ അവൾ അവന്റെ ക്യാബിലേക്ക് കടന്നു. ഡോറിലൊന്ന് തട്ടിക്കൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി. വാട്ട് ടൈം നൗ? കയറിയതും അവന്റെ ചോദ്യം വന്നു. ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കി കണ്ടു ടേബിൾ ചാരി തന്നെ മാത്രം ഒറ്റുനോക്കി നിൽക്കുന്നവനെ. സോറി സാർ. അത് കേട്ടതും അവൾ അവനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കി. ഇറ്റ്സ് യുവർ സെക്കൻഡ് ഡേ ഓഫ് ഓഫീസ്. എന്നിട്ട് കയറി വന്നത് 10:30. നിനക്ക് തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥലമല്ലിത്. പിന്നെ ഒരു സോറി കൊണ്ട് നീ ചെയ്തത് ഞാൻ ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നവോദയ ത്രിശാങ്കി അയ്യർ? ഞാൻ ലേറ്റ് ആവാൻ തന്നെ കാരണം താനോടൂ എന്ന് ഉറക്കെ വിളിച്ചു പറയണം തോന്നിയെങ്കിലും ഒന്നും വേണ്ടാതെ തലതാഴ്ത്തിയിരുന്നവൾ. ആൻസർ മീ ഗേൾ. നീ എന്റെ മൗനവതം കാണാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ലുക്ക് അറ്റ് മീ. ഞാൻ സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണ് എന്റെ മുഖത്തുണ്ടായിരിക്കണം. അത് കേട്ടതും അവൾ മെല്ലെ തലയുയർത്തി അവനെ നോക്കി. സോറി സാർ, ഞാൻ ഇന്നലെ നല്ല തലവേദന ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇത്തിരി ലേറ്റായി എണീക്കാൻ. ഐ വിൽ വാണ്ട് യുവർ ഫക്കിംഗ് എക്സ്പ്ലനേഷൻ ആൻഡ് യുവർ സോറി ടു. ഇന്നലെ ചെയ്യാൻ പറഞ്ഞ ഡോക്യുമെന്റ് എവിടെ? നവോദയ ദയനീയമായൊന്ന് നോക്കിയവനെ. ചെയ്തില്ലല്ലേ? അവൻ ആ ചോദ്യത്തോടെ ഒപ്പം രൂക്ഷമായി നോക്കി. നീ ഈ ജോബിന് ഫിറ്റ് അല്ലെന്ന് അറിയാമായിട്ടും നിന്നെ എടുത്തതിന്റെ അവസ്ഥ ഓർത്തിട്ടാ. എന്നിട്ടിപ്പോ 2ാമത്തെ ദിവസം തന്നെ ഇതാണ് അവസ്ഥ. നിനക്ക് എന്തിനു കൊള്ളാമിടോ? നിനക്കൊന്നും പറ്റുന്ന പണിയല്ലിത്. ജോലി തരം പാടില്ലായിരുന്നു, എന്റെ തെറ്റാ. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ ദേഷ്യപ്പെട്ടത് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നതും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി. സാർ സോറി സാർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. പ്ലീസ്, ഞാൻ 1/2 മണിക്കൂറുള്ളിൽ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാം.
സാർ, സോറി സാർ, ഇനി ഞാനിത് ആവർത്തിക്കില്ല. അത് കേട്ടിട്ടും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ്, മറുത്തൊന്നും പറയാതെ. പ്ലീസ് സാർ, ഒരു ചാൻസ്, അവൾ അവളോട് കെഞ്ചി. കാരണം ഈ ജോലി ഇതിൽ നിന്നും പിരിച്ചുവിട്ടാൽ മറ്റൊന്ന് കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. ഫൈൻ, അരമണിക്കൂർ, അതിനുള്ളിൽ ഡോക്യുമെന്റ്സ് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ടേബിളിൽ നിന്റെ ഡിസ്മിസൽ ഉണ്ടായിരിക്കും. നൗ ഗെറ്റ് ഔട്ട് ഇഡിയറ്റ്. അവനത് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ചെയറിലേക്ക് ഇരുന്നതും നവോദയ കരഞ്ഞുകൊണ്ട് ക്യാബിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് പോയി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അവളുടെ ജോലി ചെയ്യാൻ തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പോർട്ട് അവന് കൊടുത്തിരുന്നു. അവൾ അതും അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയി. അവൻ ഡോക്യുമെന്റിൽ ഇംപ്രസ്ഡ് ആയി എങ്കിലും അവളുടെ ദേഷ്യത്തിൽ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. അന്നത്തെ ദിവസം മുഴുവൻ നവോദയ്ക്ക് പണികൾ ഓരോന്നായി കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു ബ്രേക്ക് പോലും എടുക്കാൻ സമ്മതിക്കാതെ ദിവസങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അശ്വത് നവോദയ ഓരോ ദിവസവും പാടുപെടുത്തിക്കൊണ്ടിരുന്നു. നവോദയ വന്നിട്ട് ഇന്നേക്ക് 1 മാസം തികഞ്ഞു. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയതും അതിൽ അവൾക്കായി ഒരു ചെറിയ തുക മാറ്റിവെച്ച് ബാക്കി വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അവൾ. അപ്പാളുടെ സ്ഥിതി ദിനം പ്രതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇനി ഒരു കാര്യമായ ഒരു മാറ്റം വേണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. നവോദയ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഷെഡ്യൂൾസ് എല്ലാം മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തേക്ക്. അർജന്റായി ഹൈദരാബാദ് വരെ പോണം. ഒരു 2 ഡേയ്സ് ബിസിനസ് ട്രിപ്പ്. ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് നവോദയെ നോക്കിക്കൊണ്ട് ആണവൻ എല്ലാം പറയുന്നത്. അതിനൊപ്പം ടേബിളിൽ ഇരിക്കുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് കറക്കുന്നുമുണ്ട്. ഓക്കെ സാർ. നവോദയ അതിന് മറുപടി പറഞ്ഞതും അവന്റെ അടുത്ത നിർദ്ദേശം എത്തിയിരുന്നു. ഈവനിങ് ഒരു 4 o'clock കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ മതി. പിന്നെ പാർക്ക് ഹയാത്തിൽ റൂം ബുക്ക് ചെയ്താൽ മതി. യൂഷ്വലി ഹൈദരാബാദ് പോകുമ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യാറ്. ഓക്കെ സാർ. എനിത്തിങ് എൽസ് സാർ? അവൾ അവനെ ചോദ്യത്തോടെ നോക്കി. യാ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഉച്ചയ്ക്ക് മുന്നേ തീർത്തു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തോ? സോറി സാർ, പക്ഷെ എന്തിന്? അവൾ മനസ്സിലായെന്ന പോലെ അവനെ നോക്കി. ബിക്കോസ് യു ആർ കമ്മിങ് വിത്ത് മീ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഞാനോ? അവൾ വീണ്ടും ഞെട്ടിയ പോലെ ചോദിച്ചതും. ഡു യു ഹാവ് എനി പ്രോബ്ലം? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അത് ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി. അവന് മൊത്തം ഈ മാസങ്ങളിൽ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് അവൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം അവൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ചാൽ വലിയ കേടുപാടുകൾ ഒന്നുമില്ലാതെ ബ്രഹ്മയെ കഴിഞ്ഞുകൂടാ. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഒരു ദൈവം കാണിക്കാതെ ഇട്ടു പണിയെടുപ്പിക്കും. അതുകൊണ്ട് എതിര് പറയാതെ അവൾ സമ്മതിച്ചു. എന്നാലും 2 ദിവസം അവന്റെ കൂടെ പോവുക എന്ന് പറയുന്നത് അവൾക്ക് ആലോചിക്കാൻ കൂടി വയ്യെങ്കിലും ബിസിനസ് ട്രിപ്പ് ആണല്ലോ, അതുകൊണ്ട് അവൻ ഫുൾ ടൈം മീറ്റിംഗിലായിരിക്കും എന്ന ആശ്വാസത്തോടെ അവൾ നിന്നു. ഗുഡ്, എന്നാ പോയി താൻ വർക്ക് ചെയ്തോ? അവനത് പറഞ്ഞതും അവൾ ഡോർ ലക്ഷ്യമാക്കി നടന്നു. നവോദയ, അവിടെയല്ല, ഹിയർ. അവൻ അവന്റെ ഓഫീസ് റൂമിന്റെ സൈഡിലായി അറേഞ്ച് ചെയ്ത ടേബിൾ ആൻഡ് ചെയർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇവിടെയോ എന്ന പോലൊരു നോട്ടം അവനെ നോക്കിയതും ഇനി മുതൽ ഇവിടെ ഇരുന്നാൽ മതി. എവറി ടൈം നിന്നെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കാൻ വയ്യ. ഇതാവുമ്പോ എനിക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാലോ. സോ ചെല്ല്, മേക്ക് യുവർ സെൽഫ് യുവർ പ്ലേസ്. അത് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ വർക്കിലേക്ക് മുഴുകി. അവളാണെങ്കിൽ അവനെ പ്രാഗിക്കൊണ്ട് അവൾക്കായി നൽകിയ സീറ്റിലേക്ക് ഇരുന്നു. ആദ്യത്തെ കുറച്ചു നേരം ഇത്തിരി ചടപ്പൊക്കെ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവിടമായി അവൾ വേഗം ഓക്കെ ആയി. വർക്കെല്ലാം തീർന്ന് ഏതാണ്ട് ലഞ്ച് ബ്രേക്ക് ആയതും അശ്വത് അവളെ വിളിച്ചതും ഒപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവനെ മുഖമുയർത്തി നോക്കി. റിവോൾവിംഗ് ചെയറിൽ തന്റെ നേരാക്കിക്കൊണ്ട് അവൻ ഇരിക്കുന്നുണ്ട്. കണ്ണുകൾ അത് അവളിൽ മാത്രം തങ്ങി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞോ? അവൾ അവനെ നോക്കുന്ന കണ്ടതും അവൻ ചോദിച്ചു. യെസ് സാർ, അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എത്ര മണിക്കാ ഫ്ലൈറ്റ്? അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. സാർ, ഈവനിങ് 5 o'clock. ഓക്കെ, ബെറ്റർ. എയർപോർട്ടിലേക്ക് നീ വരില്ലേ, അതോ ഞാൻ പിക്ക് ചെയ്യണോ? വേണ്ട സാർ, ഞാൻ വന്നോളാം. ഓക്കെ, എന്നാൽ പോയിക്കോ, പോയി പാക്ക് ചെയ്യ്. അത് കേട്ടതും അവൾ വേഗം ഡെസ്ക് ക്ലീൻ ചെയ്ത് എല്ലാം അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് ഇറങ്ങി. അശ്വത് റിവോൾവിംഗ് ചെയറിൽ ചാരി ഒന്ന് കറങ്ങിക്കൊണ്ട് അവൾ പോകുന്നത് നോക്കിയിരുന്നു. അവൾ നേരെ പോയത് അവളുടെ പഴയ ക്യാബിനിലേക്കായിരുന്നു. അവളെ പോയി ബാഗും എടുത്ത് നേരെ പുറത്തേക്ക് കിടന്നു.